വെൽക്കം ടു ഡ്രീം ക്യാച്ചർ. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദിക്കാൻ ചാൻസ് ഉള്ള വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ഫിനിക്സ് സീരീസിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് an ionic compound which can exhibit both Schottky and Frenkel defect. അപ്പോൾ AgBrനാണ് ഷോട്ട്കിയും ഫ്രെങ്കൽ ഡിഫക്റ്റും കാണിക്കാൻ സാധിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, two solutions having same osmotic pressure at a given temperature are called. രണ്ട് സൊല്യൂഷൻസിനും ഒരുപോലത്തെ സെയിം ഓസ്മോട്ടിക് പ്രഷറാണ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് കോൾഡ് ഐസോട്ടോണിക് സൊല്യൂഷൻ. തേർഡ് ക്വസ്റ്റ്യൻ, എ ലോ വിച്ച് ക്യാൻ ബി യൂസ്ഡ് to determine the limiting molar conductivity of weak electrolyte is. അത് Rush's law ആണ്. Then fourth question, a unit of rate constant for a first order chemical reaction is option B s⁻⁻1. കൂടുതൽ ഡീപ്പായിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. ആൻഡ് എന്താണോ ക്വസ്റ്റ്യൻ ആയിട്ട് പഠിക്കുന്നത്, ക്വസ്റ്റ്യൻ പറയുന്നത് അതേ ക്വസ്റ്റ്യനും ആൻസറും തന്നെ നോക്കി പോവുക, അല്ലാതെ ഇൻ ഡീപ്പായിട്ടും നോക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് വി ഡോണ്ട് ഹാവ് ടൈം ഫോർ ദാറ്റ്. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ കൊളോയിഡൽ സിസ്റ്റം ഇൻ വിച്ച് ബോത്ത് ദ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം ആർ ലിക്വിഡ്? അപ്പം എമൾഷനാണോ, ജെല്ലാണോ, സോളാണോ, ഫോമാണോ? അത് എമൾഷനാണ്. അപ്പോൾ ഇപ്പോഴേ പഠിച്ചു വയ്ക്കുക, ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും ലിക്വിഡ് ആവുന്നത് എമൾഷനിലാണ്. ഇനി ദ മെത്തേഡ് യൂസ്ഡ് ഫോർ ദ കോൺസെൻട്രേഷൻ ഓഫ് സൾഫൈഡ് ഓർസ് ആർ, സൾഫൈഡ് ഓറിനെ ഉപയോഗിക്കുന്നത് ഫ്ലോട്ടേഷനാണ്. ഇനി എ റിയാക്ഷൻ വിച്ച് കൺവേർട്സ് ബെൻസീൻ ഡൈഅസോണിയം ക്ലോറൈഡ് ടു chlorobenzene using CuCl in HCl is known as ബെൻസീൻ ഡൈഅസോണിയം. സ്വാർട്സ് ആണോ, സാൻമേയേഴ്സ് ആണോ, കോൾബ് ആണോ, ഫിംഗിൾസ്റ്റീൻ ആണോ? കോൾബ് അല്ല, ദെൻ സാൻമേയേഴ്സ് റിയാക്ഷൻ ആണ്. കോപ്പർ വരുമ്പോൾ നമ്മൾ ഒരു ദിവസം ബീച്ചിൽ കളിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും സാൻഡിലല്ലേ കളിച്ചത്, അപ്പം അവിടുന്ന് കോപ്പർ കിട്ടി. അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വയ്ക്കാം. ദെൻ ഗീവ് എ റിയേജൻറ്റ് വിച്ച് ഇസ് യൂസ്ഡ് ടു ഡിസ്റ്റിങ്വിഷ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേഴ്ഷറി ആൽക്കഹോൾസ്. അത് റിയേജൻറ്റ് ലൂക്കാസ് റിയേജൻ്റ് ആണ്. വി യൂസ് സിങ്ക് ക്ലോറൈഡ് ആൻഡ് കോൺസെൻട്രേറ്റഡ് HCl. ഇനി the galvanic cells which are used to convert the energy of combustion of fuels like hydrogen, methane into electrical energy are generally called as. അപ്പം കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കുന്നതാണ് ഗാൽവാനിക് സെൽസ്. അപ്പം ഗാൽവാനിക് സെൽസിനകത്ത് ഏത് സെൽസിനെ കുറിച്ചാണ് നമ്മൾ ആകെ പഠിച്ചിട്ടുള്ളത്? മീൻസ് നമ്മൾ നേരത്തെ ഷോർട്സിനകത്തൊക്കെ അത് ഫ്യൂവൽ സെല്ലാണ്. A white precipitate is obtained when aniline reacts with bromine water at room temperature. The chemical name of the precipitate is 2,4,6-tribromoaniline. A chemical precipitate is obtained when aniline react with bromine water at room temperature, and the chemical name of this precipitate is 2,4,6-tribromoaniline. ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ടിട്ട് നിങ്ങൾക്ക് അയ്യോ നിങ്ങൾ പഠിച്ചില്ലല്ലോ, ഡോണ്ട് ബി ടെൻസ്ഡ്. ഇപ്പം നിങ്ങൾ പഠിച്ചല്ലോ, അതാണ് ഇപ്പം പഠിച്ചാൽ മതി, ഇപ്പം പഠിക്കുക. ഐഡൻറ്റിഫൈ ദ പെപ്റ്റൈഡ് ബോണ്ട് എമംഗ് ദ ഫോളോയിങ്. ഓപ്ഷൻ സി ആണ് പെപ്റ്റൈഡ് ബോണ്ട്, CONH. ഇനി name the polymerization product formed by the condensation reaction between phenol and formaldehyde. ഫീനോള്. പിന്നെ അപ്പം
അത് ബേക്കലൈറ്റ് ആണ്. ഓക്കെ, ഇനി ദ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ വിച്ച് ഇസ് യൂസ്ഡ് ഇൻ കോൾഡ് ഫുഡ് ആൻഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഈസ് അസ്പാർട്ടയും. അസ്പാർട്ടയുമാണ് വരേണ്ടത്, പക്ഷേ ഓപ്ഷനിൽ അത് കൊടുത്തിട്ടില്ല. അസ്പാർട്ടയുമാണ്. ഇനി KCl ക്രിസ്റ്റൽസ് ഡെവലപ്പ് വയലറ്റ് കളർ വെൻ ഹീറ്റഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഓഫ് പൊട്ടാസ്യം വേപ്പർ. എക്സ്പ്ലെയിൻ. അത് ഫാർ ബേസ് സെൻറ്റേഴ്സ് കൊണ്ടാണ്, ഓർ എഫ് സെൻറ്റേഴ്സ്. അപ്പം വി ഹാവ് ടു റൈറ്റ്. അങ്ങനെ എഴുതിയിട്ട് ദെൻ ഇറ്റ്സ് ഡ്യൂ ടു മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനയോൺ വേക്കൻസി പറയുക. ദെൻ 15th ക്വസ്റ്റ്യൻ, നമ്മൾ ആൻസർ മറച്ച് പോവാം. സ്റ്റേറ്റ് ഹെൻറീസ് ലോ ആൻഡ് മെൻഷൻ എനി വൺ ഓഫ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. ഹെൻറീസ് ലോ പറയുന്നത് സോല്യൂബിലിറ്റി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു. സോല്യൂബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? നന്നായിട്ട് ഇഴുകിച്ചേരുന്ന സോല്യൂബിലിറ്റി ഓഫ് ദ ഗ്യാസ് എന്ന് പറയുന്നത് പ്രഷറിന് ഈക്വലാണ്. ആപ്ലിക്കേഷനായിട്ട് ബെൻഡ് പറയാം, എനോക്സി പറയാം. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ മാർക്ക്. ഇനി റൈറ്റ് അർഹീനിയസ് ഇക്വേഷൻ. നമ്മൾ K is equal to A into E raised to minus EA/RT എന്ന് പറഞ്ഞില്ലേ. ആൻഡ് ഓരോ ടേമും എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോ ടേം എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഗുഡ്. ഇനി ഹൗ വിൽ യു ഒബ്റ്റെയിൻ ദ വാല്യൂ ഓഫ് ആക്ടിവേഷൻ എനർജി ഫ്രം ദ ഗ്രാഫിക്കൽ പ്ലോട്ട് യൂസിങ് അർഹീനിയസ് ഇക്വേഷൻ? The activation energy can be determined graphically by plotting log K against 1/T. From the slope of the graph, the activation energy can be calculated. So EA is equal to minus slope. Then എന്താണ് ഈ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്? The regular decrease in the atomic and ionic radii along the lanthanide series is known as lanthanoid contraction. And the consequences എന്ന് പറയുന്നത്, first one, due to lanthanide contraction, the second and the third transition series elements have similar radii. അപ്പം സെക്കൻഡും തേർഡ് റോയിലെ ട്രാൻസിഷൻ സീരീസിന് സിമിലർ ആയിട്ടുള്ള റേഡിയ ആണ്. ദെൻ ലാന്തനൈഡ്സ് ഹാവ് സിമിലർ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് ദേ ഒക്കർ ടുഗദർ ഇൻ നേച്ചർ. അതുകൊണ്ട് ഐസൊലേഷനൊക്കെ വളരെ ഡിഫിക്കൽട്ടാണ്. ദെൻ വൈ ഈസ് Cr2+ reducing and Mn3+ oxidizing when both have D4 configuration? കാരണം ഇറ്റ്സ് ഡ്യൂ ടു എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഓഫ് Cr3+ ആൻഡ് Mn2+ അയോൺ. ഇനി എന്താണ് കാർബൈലമീൻ റിയാക്ഷൻ? കാർബൈലമീൻ എന്ന് പറയുന്നത് പ്രൈമറി അമീൻസിനെ ക്ലോറോഫോമും ആൽക്കഹോളിക് KOHുമായിട്ട് ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഫൗൾ സ്മെല്ലുണ്ടാവുന്നെങ്കിൽ ഫൗൾ സ്മെല്ലിംഗ് ആയിട്ടുള്ള ഐസോസൈനേറ്റ്സ് ഓർ കാർബൈലമീൻസ് ഉണ്ടാവുന്നു. This reaction is known as carbylamine reaction, and you have to write the equation also. Okay, ini CH3NH2 is more basic than NH3, while C6H5NH2 is less basic than NH3. എന്തുകൊണ്ടാണ്? കാരണം +I effect of CH3 group in CH3NH2, കൂടാതെ തന്നെ റെസോണൻസ് എഫക്റ്റ്. Then any three difference between crystalline and amorphous solids. Crystalline and amorphous solids നമുക്ക് റേഞ്ച് പറയാം, അറേഞ്ച്മെൻറ്റ്, നേച്ചർ, അനൈസോട്രോപ്പിക്, എക്സാമ്പിൾസ് ഒക്കെ പറയാം. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോർമുല ഇപ്പം പഠിച്ചു വയ്ക്കുക. ΔTB is equal to 1000 into KB into W2 divided by W1 into M2. അല്ലെങ്കിൽ you could remember like this, ΔTB is equal to W2 into അല്ലെങ്കിൽ WB, അങ്ങനെ നമ്മൾ പണ്ട് മുതൽ പഠിച്ച WB into 1000 divided by WA into MB, പിന്നെ മുകളിൽ KBയും കൂടി വേണം. ഇനി മെൻഷൻ എനി 2 factors which influence the rate of chemical reaction. അത്
റിയാക്റ്റൻറ്റിൻ്റെ നേച്ചറും ടെമ്പറേച്ചറുമാണ്. Then expression for the half-life of a first order reaction. The K is equal to 2.303 divided by T into log R0 by R ആണ്. Write a suitable method to convert CH3CH2Br to CH3CH2I. അത് നമ്മൾ ഒരു മെത്തേഡ് ഉപയോഗിക്കാം. Finkelstein reaction ഉപയോഗിക്കാം. Then next question, suggest and explain a suitable mechanism for the nucleophilic substitution of tertiary butyl bromamide with NaOH. അത് SN1 ആണ്. SN1 ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്. ദെൻ അതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യാം ഓരോരോ SN1 കുറിച്ച്. ദെൻ ഗ്രിഗ്നാർഡ് റീജൻ CH3RMgX എന്ന് പറയാം, അല്ലെങ്കിൽ ആൽക്കൈൽ മെഗ്നീഷ്യം ഹാലൈഡ്. States of rule and illustrate with example. Dehydrohalogenation reaction, if there is possibility of formation of more than one alkene, the preferred product is that alkene which contain greater number of alkyl group attached to C double bond C bond. So all the best for your exam. നമുക്ക് നെക്സ്റ്റ് ഒരു പാർട്ടും കൂടി ഉണ്ടാക്കാം. ഓക്കെ, don't forget to see that and please don't forget to subscribe. Okay, it will be great for us to know that you like the video. Yeah, thank you.